ചതുർത്ഥിക്ക് കഴിക്കുന്ന ഗണപതി ഹോമത്തിന്റെ ഫലം ഒരു വർഷത്തേക്കാണ് നിലനിൽക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞാൽ തീരുന്നല്ല, വർഷങ്ങളോളം ഭഗവാന് കൊടുത്താൽ നിലനിൽക്കും. പക്ഷെ ഒരു വർഷത്തേക്ക് സുനിശ്ചിതമാണ് അതിന്റെ ഫലം. അതുകൊണ്ട് തന്നെ ഗണപതി ഹോമം നമ്മൾ നടത്തുക ചതുർത്ഥിക്ക്, അത് നിർബന്ധമായി ചെയ്യും. കാരണം ഗണപതിയുടെ ഭഗവാന്റെ ഭജനം കൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ അത് വളരെ കേമത്താണ്. നിങ്ങളുടെ കുട്ടികളുടെ വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സമാണ്, അത് മാറുന്നതിന് കേമത്വമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് പണി, സ്ഥലം വാങ്ങല്, ജോലി കിട്ടല്, വിദേശയാത്രകളെ എന്തു തന്നെ ആവട്ടെ, നമുക്ക് തടസ്സങ്ങൾ വന്നു നിൽക്കുന്ന ഏതൊരു വിഷയത്തെയും പൂർത്തീകരിക്കാൻ ഏറ്റവും ശക്തമായൊരു ദിവസവും ശക്തമായ ഉപാസനാമൂർത്തിയുമാണ് ഭഗവാൻ ഗണപതി. വിഘ്നങ്ങളുടെ രാജാവ്, വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്ന രാജാവ് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അങ്ങനെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ കറുകയുണ്ടെങ്കിൽ ഒരു കറുക 3 കൂട്ടി കെട്ടിയിട്ട് അതുകൊണ്ടൊരു മാല കെട്ടി ഗണപതിക്ക് ചാർത്താം. 3 കറുക കൂട്ടി കെട്ടിയ കറുക കൊണ്ട് മാല കെട്ടിയിട്ട് അദ്ദേഹത്തിന് ചാർത്താം. നാരങ്ങാമാല ചാർത്താം. ഗണപതി ഭഗവാന് അന്ന് മോദകം നിവേദിക്കാം. ഗണപതി ഭഗവാന് കദളിപ്പഴം നിവേദിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴിപാടായിട്ട് ചെയ്യാം. അതായത് ചതുർത്ഥിയുടെ അന്ന് നടത്തേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ്, ചതുർത്ഥിക്ക് നമ്മൾ ഗണപതി ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ടത് എന്താണ്, അല്ലെങ്കിൽ ചതുർത്ഥിക്ക് നമ്മൾ അടുത്ത ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ടത് എന്താണ്, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമത്തിന് നിർബന്ധമായി കൊടുക്കാം. കറുകമാല ചാർത്താം, മോദകത്തിന് കൊടുക്കാം, കദളിപ്പഴം നിവേദിക്കാം, നാരങ്ങാമാല ചാർത്താം, തുളസിമാല ചാർത്താം, ഗണപതിക്ക് പട്ട് ഉടയാട കൊണ്ട് കൊടുക്കാം, അത് ചാർത്തി തൊഴാം. ഇതെല്ലാം അതിഗംഭീരാണ്, അതികേമാണ്, അതിവിശിഷ്യുള്ള വഴിപാടുകളാണ്. ഇതൊന്നും വലിയ ഒരു സാമ്പത്തിക ചെലവ് വരുന്ന കാര്യങ്ങളല്ല, സാധാരണ സാമ്പത്തികത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്.